വളരെ പ്രധാനപ്പെട്ട വാർത്ത ഒന്ന് ഇന്ന് വന്നത് കൂടൽമാണിക്യത്തിൽ നിന്നാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിലേക്ക് ചേർത്തല സ്വദേശി KS അനുരാഗിന് നിയമന ഉത്തരവയച്ച് ദേവസ്വം ബോർഡ്. ഇന്ന് ചേർന്ന യോഗത്തിലാണ് നിയമനത്തിൽ ഒരു തീരുമാനമായത്. നിയമനത്തിൽ തടസ്സമില്ലെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനമുണ്ടായത്. യോഗത്തിൽ നിന്നും തന്ത്രി കുടുംബത്തിന്റെ പ്രതിനിധി വിട്ടുനിൽക്കുകയും ചെയ്തു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഇതിപ്പോൾ കാര്യങ്ങളിൽ ഒരു തീരുമാനമായി, കോടതിയുടെ ഇടപെടലുണ്ടായി. പക്ഷേ ഈ തന്ത്രി കുടുംബം വിട്ടുനിൽക്കുമ്പോൾ പഴയ അനുഭവങ്ങൾ വീണ്ടും പുതിയ ആൾക്ക് ഉണ്ടാകും എന്നുള്ള രീതിയിലാണോ വരുന്നത്, അതോ സമാധാനപരമായി ചാർജ് എടുക്കാൻ കഴിയുമോ? സമാധാനപരമായി തന്നെ അനുരാഗിന് ചാർജ് എടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡ് പങ്കുവെക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവാണ്. ഇതൊരു സിവിൽ വിഷയമാണ്, അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ അത് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് തന്ത്രി കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഒപ്പം ഈ KS അനുരാഗിന്റെ നിയമനവുമായി ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകാമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് കുടൽമാണിക്യത്തിൽ അടിയന്തരമായി യോഗം ചേർന്ന് KS അനുരാഗിന് നിയമന ഉത്തരവ് അയച്ചത്. 15 ദിവസത്തിനുള്ളിൽ നിയമനത്തിന് വേണ്ടി എത്തണം എന്നുള്ളതാണ് അത് കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അനുരാഗ് ആകട്ടെ നിയമന ഉത്തരവ് ലഭിച്ച ഉടൻ തന്നെ എത്തുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളെയൊക്കെ ഭയക്കുന്നുണ്ടോ എന്ന് അനുരാഗിനോട് ചോദിച്ച ഘട്ടത്തിൽ അനുരാഗ് വ്യക്തമാക്കുന്ന അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നത്. കാരണം കോടതി ഉത്തരവടക്കം ഉള്ള പശ്ചാത്തലത്തിൽ മറ്റു വിഷയങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ബാലുവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ബാലു അവിടുത്തെ പ്രതിഷേധങ്ങളെ തുടർന്ന് രാജിവെച്ച് പോയി. അതിന് പിന്നാലെയാണ് അനുരാഗിനെ നിയമിക്കുന്നത്. ആ അനുരാഗിനെ നിയമിച്ച ഘട്ടത്തിലാണ് പാരമ്പര്യ അവകാശം ഉന്നയിച്ചുകൊണ്ട് തന്ത്രി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ഉണ്ടായതൊരു തിരിച്ചടിയാണ്. ദേവസ്വം ബോർഡ് വലിയ പ്രതീക്ഷയിലാണ്. തന്ത്രി കുടുംബത്തിൽ നിന്നൊരാൾ ഇന്ന് മീറ്റിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതൊന്നും ഈ നിയമനത്തെ ബാധിക്കില്ല. ശക്തമായി തന്നെ നിയമനവുമായി മുന്നോട്ട് പോകും. അനുരാഗിന് പൂർണ്ണ പിന്തുണ എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. സ്മിത. യെസ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.